കുറച്ച് ദിവസമായിട്ട് മോൻ പറയുകയാണ് കടൽ കണ്ട് കിടന്നുറങ്ങണമെന്ന്. അങ്ങനെ വിചാരിച്ച് കോവളം ഗസ്റ്റ് ഹൗസിൽ നമുക്കാകുമ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് റൂം എടുക്കാം. അല്ലാണ്ട് ഏതെങ്കിലും ഹോട്ടലിൽ കടൽ കണ്ട് ഉറങ്ങണമെങ്കിൽ ബഡ്ജറ്റായിട്ട് നടക്കത്തില്ല. അങ്ങനെ കോവളം ഗസ്റ്റ് ഹൗസിൽ ഓൺലൈനായിട്ട് റൂം ബുക്ക് ചെയ്ത് കിട്ടി. അങ്ങനെ അതിനുശേഷം ഞാനും മോനും വൈഫും റൂമിലെത്തി. നല്ലൊരു അടിപൊളി 3 സ്റ്റാർ റൂമായിരുന്നു. ഫുൾ സെൻട്രലൈസ്ഡ് AC ആണ്. ബാൽക്കണിയിൽ നിന്ന് കടൽ നന്നായിട്ട് കാണാൻ കഴിയും. രാത്രിയൊക്കെ നല്ല കാറ്റാണ്. AC ഇല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നല്ല കാറ്റടിക്കും. അങ്ങനെ ഒരു അടിപൊളി വൈബ് കിട്ടുന്ന റൂമാണ്. നമുക്ക് സാധാരണക്കാർക്കൊന്നും ഇതുപോലൊരു റൂം കോവളത്തെ ഏതെങ്കിലും ഹോട്ടലിൽ പോയി എടുക്കാൻ കഴിയത്തില്ല. തൊട്ടടുത്ത് തന്നെ റൂമിൻ്റെ തൊട്ട് വേഗത്തിൽ തന്നെ കടലിന് ചേർന്നൊരു പാറമുണ്ട്. ഞാനും മോനും അവിടെ പോയി നിന്ന്. നല്ല കാറ്റാണ്. പിന്നെ നമുക്ക് ശരിക്കും ഫിഷിംഗ് ബോട്ട് കാണാൻ കഴിയും. കാറ്റെന്ന് വെച്ചാൽ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളെ കൂടി എടുത്തുകൊണ്ട് പോകുന്ന രീതിയിലുള്ള കാറ്റാണ്. നമ്മൾ വളരെ സേഫായിട്ടൊക്കെ തന്നെയാണ് അവിടെ നിന്നത്. എൻഡിലൊക്കെ പോയി നിന്നാൽ കുറച്ച് ഡേഞ്ചറാണ്. അത് ഈ ഗസ്റ്റ് ഹൗസിൻ്റെ ബേക്കിൽ നിന്ന് തന്നെ പോവാം. തൊട്ടടുത്ത് തന്നെ ലൈറ്റ് ഹൗസ് ബീച്ചുണ്ട്. അവിടെ പോയി നമുക്ക് ഇപ്പോൾ കടൽ കയറി കിടക്കുന്ന സമയമായതുകൊണ്ട് കുറച്ച് ഡേഞ്ചറാണ്. ഒരു ചെറിയ ഭാഗം മാത്രമേ തിരക്കായിട്ട് നമുക്ക് ഈ കടലിൽ കളിക്കാനായിട്ട് തുറന്നു തന്നിട്ടുള്ളൂ. അത് നമ്മൾ വളരെ കെയർഫുള്ളായിട്ട് നിൽക്കണം. www.governmentprotocol.com എന്ന് പറയുന്ന ഗസ്റ്റ് ഹൗസ് ബുക്കിങ്ങിൽ നമുക്ക് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഏതായാലും നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇതുപോലെ ടൂറിസ്റ്റ് സ്പോട്ടുകളിലൊക്കെ റൂം ശനി ഞായർ ദിവസങ്ങളിലൊക്കെ കിട്ടുന്ന കാര്യം പാടാണ്. അതാണെങ്കിൽ വർക്കിംഗ് ഡേ ഒക്കെ നമുക്ക് ശ്രമിച്ചാൽ കോവളവും പൊന്മുടിയും മൂന്നാറൊക്കെ നമുക്ക് നല്ല ഒരു 4 സ്റ്റാർ റൂമിൽ വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് താമസിക്കാൻ കഴിയും.